പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 10 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഇന്ന് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലും കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറിവുകൾ എത്രത്തോളം നമ്മളിൽ ഉണ്ട് എന്ന് അറിയുന്നതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കറണ്ട് അഫേഴ്സ് എന്നൊരു പേപ്പർ. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ തീർച്ചയായിട്ടും ഏതൊരു എക്സാമിലും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. അതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് ഡിസംബർ 10 ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു. എല്ലാ വർഷവും ഡിസംബർ 10 ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു. 1948 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച ദിവസമാണ് ഡിസംബർ 10. കൂടാതെ ഇന്ന് ഇന്റർനാഷണൽ ആനിമൽ റൈറ്റ്സ് ഡേ ആയിട്ടും ആചരിക്കുന്നു. ഇന്നലത്തെ കറണ്ട് അഫേഴ്സിൽ വന്നൊരു ചോദ്യമാണ്: വിച്ച് നേഷൻ ഹാസ് അനൗൺസ്ഡ് എ 4.5 day വർക്ക് വീക്ക്? 4.5 ദിവസത്തെ പ്രവൃത്തി ആഴ്ച പ്രഖ്യാപിച്ച രാജ്യം ഏത്? ഇതിന്റെ ഉത്തരം UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ഓരോരുത്തർക്കും JDS കറണ്ട് അഫേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഹൂ വൺ ദി ബിഗ് ലിറ്റിൽ ബുക്ക് അവാർഡ് 2021 ഫോർ കോൺട്രിബ്യൂഷൻ ടു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ? ബാലസാഹിത്യത്തിനുള്ള സംഭാവനകൾക്ക് ബിഗ് ലിറ്റിൽ ബുക്ക് അവാർഡ് 2021 നേടിയത് ആരെല്ലാം? പ്രൊഫസർ S. ശിവദാസ് ആൻഡ് ദീപ ബൽസാവ. ഇന്ത്യൻ ഭാഷകളിലെ ബാലസാഹിത്യത്തിന് നൽകിയ ഗണ്യമായ സംഭാവനകൾക്ക് ബിഗ് ലിറ്റിൽ ബുക്ക് അവാർഡ് കുട്ടികളുടെ പുസ്തകങ്ങളുടെ പ്രമുഖ എഴുത്തുകാരനും ചിത്രകാരിയുമായ ദീപ ബൽസാവറിനും S. ശിവദാസിനും ലഭിച്ചു. കോട്ടയം ആസ്ഥാനമായിട്ടുള്ള S. ശിവദാസ് ഏതാണ്ട് 200ഓളം പുസ്തകങ്ങൾ ആണ് എഴുതിയിട്ടുള്ളത്. കൂടാതെ മുംബൈ ജനിച്ച ദീപ ബൽസാവറിനും ഈ അവാർഡ് ലഭിച്ചു. ബിഗ് ലിറ്റിൽ ബുക്ക് അവാർഡ് എന്നാൽ ഇന്ത്യൻ ഭാഷകളിലെ ബാലസാഹിത്യത്തിന് രചയിതാക്കളുടെയും ചിത്രകാരികളുടെയും ചിത്രകാരന്മാരുടെയും ഗണ്യമായ സംഭാവനകളെ അംഗീകരിക്കുന്നതിനെയും ആദരിക്കുന്നതിനുമായി ടാറ്റ ട്രസ്റ്റിന്റെ പരാഗ് സംരംഭമാണ് ബിഗ് ലിറ്റിൽ ബുക്ക് അവാർഡ് ഏർപ്പെടുത്തിയത്. 2016 ബിഗ് ലിറ്റിൽ ബുക്ക് അവാർഡ് ആരംഭിച്ചത്. ഇൻ വിച്ച് പഞ്ചായത്ത് ഓഫ് ആലപ്പുഴ ഡിസ്ട്രിക്ട് വാസ് മോർ ദാൻ 10,000 ducks were died due to H5N1 on the first week of December 2021? 2021 ഡിസംബർ ആദ്യവാരം H5N1 ബാധിച്ച് 10,000-ലധികം താറാവുകൾ ചത്തത് ആലപ്പുഴ ജില്ലയിലെ ഏത് പഞ്ചായത്തിലാണ്? തകഴി പഞ്ചായത്ത്. ആലപ്പുഴ ജില്ലയിലെ തകഴി പഞ്ചായത്തിൽ കുന്നുമ സൗത്ത് വാർഡ് 10 ഏതാണ്ട് 10,000-ഓളം താറാവുകളാണ് H5N1 പക്ഷിപ്പനി മൂലം ചത്തൊടുങ്ങിയത്. H5N1 എന്നീ അസുഖം സ്ഥിരീകരിച്ചത് ആലപ്പുഴ ഡിസ്ട്രിക്ട് കളക്ടർ A. അലക്സാണ്ടർ ആണ്. കേരളത്തിലെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് NIHSAD ഭോപ്പാലിലേക്ക് ഇതിന്റെ സാമ്പിൾസ് അയച്ചതിലൂടെയാണ് ഈ രോഗം സ്ഥിരീകരിച്ചത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ഇത് ഭോപ്പാലിലാണ്. On which date the Indian farmers put an end to a year-long stir against the union government? ഇന്ത്യൻ കർഷകർ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വർഷം നീണ്ടുനിന്ന സമരം അവസാനിപ്പിച്ചത് ഏത് തീയതിയിലാണ്? 9th December 2021. 378 ദിവസം നീണ്ടുനിന്ന കർഷകരുടെ സമരം അവസാനിച്ചു. ഗർ വാപ്പസി എന്ന മുദ്രാവാക്യവുമായി കർഷകർ ഈ പ്രക്ഷോഭണം ഡിസംബർ 9 അവസാനിപ്പിച്ചു. ഏതാണ്ട് 40ഓളം ഫാർമേഴ്സ് യൂണിയനാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ കീഴിൽ വരുന്നത്. 3 കാർഷിക നിയമങ്ങൾക്ക് എതിരെയാണ് ഈ 40ഓളം കർഷക യൂണിയൻസ് ഡൽഹിയിൽ പ്രക്ഷോഭണം ആരംഭിച്ചത്. എന്നാൽ ഈ ഗവൺമെന്റ് ഈ നിയമങ്ങൾ പിൻവലിച്ചതിന് ശേഷമാണ് പിൻവാങ്ങാം എന്ന തീരുമാനം എടുത്തതും ഡിസംബർ 11 കർഷകർ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു തീരുമാനത്തിലെത്തിയത്.
തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ നിറവേറ്റിയിട്ടുണ്ടോ എന്നറിയാൻ ജനുവരി 15-ന് വീണ്ടും യോഗം ചേരുമെന്ന് കർഷകർ അറിയിച്ചു. Who has been selected as the one-day international and T20 international captain to lead the Indian team? ഇന്ത്യൻ ടീമിനെ നയിക്കാൻ ഏകദിന T20 ടീമിന്റെ ക്യാപ്റ്റനായി ആരെയാണ് തിരഞ്ഞെടുത്തത്? രോഹിത് ശർമ്മ. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് മുന്നോടിയായാണ് വിരാട് കോഹ്ലിക്ക് പകരം രോഹിത് ശർമ്മ ഏകദിന T20 നായകസ്ഥാനത്ത് എത്തിയത്. ഈ തീരുമാനം അറിയിച്ചത് ഓൾ ഇന്ത്യ സീനിയർ സെലക്ഷൻ കമ്മിറ്റിയാണ്. കൂടാതെ രോഹിത് ശർമ്മയെ ടെസ്റ്റിന്റെ വൈസ് ക്യാപ്റ്റൻസി എന്ന നിലയിലും നിയമിച്ചു. അജിങ്ക്യ റഹാനെയായിരുന്നു ടെസ്റ്റിന്റെ വൈസ് ക്യാപ്റ്റൻസി. ഇദ്ദേഹത്തിന് പകരമായിട്ടാണ് ഇപ്പോൾ രോഹിത് ശർമ്മയെ ടെസ്റ്റിന്റെ വൈസ് ക്യാപ്റ്റൻസിയായിട്ട് നിയമിച്ചിട്ടുള്ളത്. As per the Google search in India 2021, which queries were the most searched on Google in India? 2021 ഗൂഗിൾ സെർച്ച് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ തിരഞ്ഞത് ഏതൊക്കെ ചോദ്യങ്ങളാണ്? ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആൻഡ് ICC T20 വേൾഡ് കപ്പ്. ഈ വർഷം ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ തിരഞ്ഞത് എന്താണെന്ന് കാണിക്കാൻ സെർച്ച് എഞ്ചിൻ ഭീമനായ ഗൂഗിൾ അതിന്റെ 2021 ഇയർ ഇൻ സെർച്ച് റിപ്പോർട്ട് പങ്കിട്ടു. മൊത്തത്തിലുള്ള പട്ടികയിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന 2 കീവേഡ്സ് ആണ് ഇന്ത്യൻ പ്രീമിയർ ലീഗും ICC T20 വേൾഡ് കപ്പും. ഇതേപോലെ തന്നെ പേഴ്സണാലിറ്റീസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സെർച്ച് എഞ്ചിനിലേക്ക് ടൈപ്പ് ചെയ്ത പേരാണ് നീരജ് ചോപ്ര. തൊട്ടുപുറകെ ഷാരൂഖ് ഖാൻസിന്റെ മകൻ മോഡലായി മാറിയ ഷെഹൻസാ ഗില്ലിനെ കുറിച്ചും. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിൽ വന്ന ഒരു കീവേഡ് ആണ് കോവിൻ വാക്സിനേഷനെ കുറിച്ചുള്ള കീവേഡ്. വാട്ട് ഈസ് ഇന്ത്യസ് റാങ്ക് ഇൻ ഏഷ്യ പവർ ഇൻഡെക്സ് 2021? 2021 ഏഷ്യ പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എന്താണ്? 4th. ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏഷ്യ പവർ ഇൻഡെക്സ് 2021 റിപ്പോർട്ട് അനുസരിച്ച് ഏഷ്യയിലെ ഏറ്റവും ശക്തമായ 4ാമത്തെ രാജ്യമായി ഇന്ത്യ ഉയർന്നു. സമഗ്രമായ പവറിന്റെ കാര്യത്തിൽ ഇൻഡോ പസഫിക്കിലെ 26 രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും 4ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ചൈന, ജപ്പാൻ, ഇന്ത്യ, റഷ്യ എന്നിവയാണ് പട്ടികയിലെ 5 രാജ്യങ്ങൾ. 2003 ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓസ്ട്രേലിയയിൽ ആരംഭിച്ചത്. 2018 മുതൽ ഈ സ്ഥാപനം ഇന്ത്യ പസഫിക് മേഖലയിലെ ആപേക്ഷിക ശക്തിയെ റാങ്ക് ചെയ്യുന്നതിനുള്ള വിഭവങ്ങളും സ്വാധീനവും വിലയിരുത്തി ഏഷ്യ പവർ സൂചിക പുറത്തിറക്കുന്നത്. Who has taken over as Germany's new chancellor from Angela Merkel? ഏംഗല മെർക്കലിൽ നിന്ന് ജർമ്മനിയുടെ പുതിയ ചാൻസലറായി ആരാണ് ചുമതലയേറ്റത്? ഒലാഫ് ഷോൾസ്. നീണ്ട 16 വർഷത്തെ ലീഡർഷിപ്പിന് ശേഷം ഏഞ്ചല മെർക്കൽ ജർമ്മനിയുടെ വൈസ് ചാൻസലർ എന്ന പദവി ഒഴിഞ്ഞുകൊണ്ട് ഒലാഫ് ഷോൾസിന് കൈമാറി. ജർമ്മനിയിലെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു പദവിയാണ് ചാൻസലർ. ഇപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മിസ്റ്റർ ഷോൾസ് ആണ് ജർമ്മനിയുടെ പുതിയ ചാൻസലർ. ജർമ്മനിയിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇത് സ്ഥാപിതമായത് 1863 മെയ് 23 അതുപോലെ തന്നെ ജർമ്മനിയിലെ ഓപ്പോസിഷൻ പാർട്ടിയാണ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ ഓഫ് ജർമ്മനി. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്കുള്ള ഒരു ചോദ്യമാണ്: ഫ്രം വിച്ച് കൺട്രി ഡിഡ് ഇന്ത്യ പർച്ചേസ് Mi-17 V5 helicopter which crashed on 8th December 2021 with 14 people including CDS General Bipin Rawat? Chief of Defence Staff General Bipin Rawat ഉൾപ്പെടെ 14 പേരുമായി 2021 ഡിസംബർ 8 തകർന്നു വീണ Mi-17 V5 ഹെലികോപ്റ്റർ ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ വാങ്ങിയത്? 4 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.